π/2 അതിൽ പെടില്ല. അപ്പോൾ π/2 അവിടെ നമ്മൾ വരച്ചു കൊടുക്കണം. പിന്നെ വേറെ നമ്മൾ കുറേ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് -3π/2 എന്നൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ π/2 മൾട്ടിപ്പിൾസിൽ തന്നെ π/2 മൾട്ടിപ്പിൾസിൽ നമ്മൾ എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കണം. അതിനർത്ഥം എന്താ, അവിടെ ഫങ്ഷൻ അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ ആ പോയിന്റ് അടയാളപ്പെടുത്തിയതാണ്. ഇനി ഇവിടെ എങ്ങനെ ഗ്രാഫ് വരിക, ഇവിടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെയും ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഒന്നിങ്ങനെ വന്നാൽ അടുത്തത് എങ്ങനെ വരണം, അടുത്തത് ഇങ്ങനെ. ഇനി അടുത്തത് എങ്ങനെ വരിക, അടുത്തത് ഇങ്ങനെ. അപ്പം ഇനി അടുത്തത് ഇവിടെ എങ്ങനെ. അപ്പോൾ ഈ ഗ്രാഫ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഗ്രാഫ് എങ്ങനെ കിട്ടുക എന്നാണ് പറയുന്നത്. ആ ഫംഗ്ഷനിൽ എങ്ങനെ വരയ്ക്കുമ്പോൾ y=x എന്നുള്ള ലൈൻ ഏതാ, y=x എന്നുള്ള ലൈനാണിത് അല്ലേ. y=x എന്നുള്ള ലൈനാണിത്. അപ്പോൾ അതിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും, റിഫ്ലക്ഷൻ ഇമേജ് ആയിട്ടാണ് നമുക്ക് സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടുകയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ y=xലൊരു മിറർ ഇമേജ് y=xലൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രാഫിൽ വെക്കണം, സീക്ക് എക്സിൻ്റെ ഗ്രാഫിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിററിൽ കിട്ടുന്ന ഇമേജ് ഉണ്ടാവുമല്ലോ, റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജ്. അതാണ് നമ്മുടെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്.